ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചു. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ കോടതി ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ അധികാരമില്ലെന്നും ഉത്തരവുണ്ട്. അതേസമയം സമയപരിധി നിശ്ചയിക്കുന്നത് അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രതികരിച്ചു. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാകേഷ്, വളരെ സുപ്രധാനമായ ഒരു വിധിന്യായമാണ്. നേരത്തെ ഗവർണർമാർക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഗവർണർമാരുടെ അധികാരപരിധി എത്രയെന്നുള്ളതിന് കൃത്യമായ നിഷ്കർഷ വെച്ചിരുന്നു സുപ്രീം കോടതി. ഇപ്പോൾ രാഷ്ട്രപതിയിലേക്കും ഇക്കാര്യം പോകുമ്പോൾ അത് വളരെയധികം രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഏപ്രിൽ 8-ന് സുപ്രീം കോടതി വിധി പറഞ്ഞത്. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് JD പർഡിവാല, ഒപ്പം തന്നെ R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. അതായത് ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന നടപടി, പ്രത്യേകിച്ച് ബില്ലുകൾ തടഞ്ഞു വെച്ച് അത് രാഷ്ട്രപതിക്ക് അയക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധം എന്നായിരുന്നു ബെഞ്ച് വിധിച്ചിരുന്നത്. അന്ന് പക്ഷേ വിധി പകർപ്പ്, അതിന്റെ പൂർണ്ണ ഉത്തരവ് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് 415 പേജുള്ള ഉത്തരവ് സുപ്രീം കോടതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ 415 പേജുള്ള ഉത്തരവിലാണ് രാഷ്ട്രപതിക്കും സമയപരിധി ഉണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നത്. അതായത് 3 മാസ കാലാവധി തന്നെയാണ് രാഷ്ട്രപതിക്ക് ഒരു ബില്ലിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി എന്ന് കോടതി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, അങ്ങനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, ബില്ല് 3 മാസത്തിനപ്പുറം പിടിച്ചു വെക്കുകയാണെങ്കിൽ അതെന്താണ് അതിന് കാരണം എന്ന് വിശദീകരിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം, രേഖാമൂലം അറിയിക്കണം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 201 ബില്ലുകളിലടക്കം തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് അതൊക്കെ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതാണ്. പക്ഷേ അതിലെവിടെയും ഈ സമയപരിധി സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ കോടതി ഇപ്പോൾ ഏതായാലും അക്കാര്യം പറഞ്ഞു വെക്കുന്നു. 3 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ തീരുമാനമെടുത്തിരുന്നില്ലെങ്കിൽ ഇടപെടാൻ, അതായത് സംസ്ഥാന സർക്കാരുകൾ സമീപിക്കുകയാണെങ്കിൽ അത് ഇടപെടാൻ കോടതിക്ക് അധികാരമുണ്ട്. ഭരണഘടനാപരമായ പ്രവർത്തനം ന്യായമായ സമയത്തിനുള്ളിൽ നടക്കാത്ത സാഹചര്യം ഉണ്ടായാൽ അതിൽ കോടതിക്ക് ഇടപെടാം എന്നുകൂടി ഈ വിധിന്യായത്തിൽ, വിധി പകർപ്പിൽ ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായും വരും കാലങ്ങളിലടക്കം വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന വിധിയാണിപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ ഏപ്രിൽ 8-ന് പുറപ്പെടുവിച്ച വിധിയിൽ തന്നെ ഗവർണർമാർ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അതിന്റെ സമ്പൂർണ്ണ ഉത്തരവ് കൂടി പുറത്തു വരുമ്പോൾ രാഷ്ട്രപതിക്കും അത് ബാധകമാണ് എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്നൊരു ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകിയുണ്ടായി. പ്രത്യേകിച്ച് സമയപരിധി അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങളും ഉണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി വിധി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഭരണഘടനയിൽ എവിടെയും സമയപരിധി, ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന സമയപരിധി പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അധികാര പരിധി ലംഘിച്ചിരിക്കുന്നു എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യം ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടും, ഈ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 415 പേജുള്ള ഉത്തരവ് ഗവർണർമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഒപ്പം തന്നെ ഹൈക്കോടതികൾക്കും അയച്ചു നൽകണമെന്ന നിർദ്ദേശം കൂടി ഈ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കേസുകൾ നിലവിൽ ഗവർണറുമായി തർക്കമുണ്ട്. ആ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ച് കേരളം ഇതേ ബെഞ്ചിലേക്ക് തന്നെ കേസുകൾ മാറ്റണമെന്ന ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രധാനമായ ഈ വിധിന്യായം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സുപ്രീം കോടതിക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കുന്നുണ്ട് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ. കാലങ്ങളായി തുടരുന്ന സംസ്ഥാന കേന്ദ്ര തർക്കത്തിൽ കൂടി ഒരു ഉത്തരം സുപ്രീം കോടതി പറയുന്നു എന്നുള്ളതാണ് നിർണായകം.